ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു പാർട്ടിൽ ഒരു ഔട്ട്ലൈനാണ് ചെയ്യുന്നത്. ARM എന്ന ഈ മൂവിയിൽ ഒരു ഇമേജാണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത്. ഈ ഒരു മൂവിയിൽ ടോബിനോയുടെ ഒരു ഇമേജ് ഞാൻ നോക്കിയിട്ട് എനിക്ക് ഒന്നും നല്ലതൊന്നും കിട്ടിയില്ല. അതായത് ക്ലാരിറ്റിയുള്ള ഇമേജ് ഒന്നും കിട്ടിയില്ല. അല്ലെങ്കിൽ തന്നെ ടോബിനോ ഒറ്റയ്ക്കുള്ള ഇമേജൊക്കെ കുറവാണ്. കൂടുതലും ഗ്രൂപ്പായിട്ടുള്ള ഫോട്ടോസൊക്കെയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ ഒരു ഇമേജ് ഞാൻ സെലക്ട് ചെയ്തത്. അപ്പം ഇതിനകത്ത് നമുക്ക് രണ്ടുപേരെ വരയ്ക്കാനുണ്ട്. അപ്പം A4 തന്നെയാണ് നമ്മൾ വരയ്ക്കുന്നത്. പിന്നെ നമ്മൾ ഫേസിൻ്റെ ഒരു ഇത്ര ഭാഗത്ത് ഫുള്ളായിട്ട് നമ്മൾ ചെയ്യുന്നില്ല. ഇത്ര ഭാഗത്ത് നമ്മൾ ക്രോസ് ആയിട്ട് ലൈൻസ് വരച്ചിട്ടുണ്ട്. അതായത് നമുക്ക് മെയിനായിട്ട് ഫേസിൽ വരയ്ക്കുമ്പം തെറ്റിപ്പോകാൻ ചാൻസുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ ക്രോസ് ആയിട്ട് ലൈൻസ് വരച്ചിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ ഔട്ട്ലൈൻ ചെയ്യുന്നത്. അപ്പം തെറ്റിപ്പോകാണ്ട് തന്നെ നല്ല സമയമെടുത്ത് തന്നെ നിങ്ങൾ ഔട്ട്ലൈൻ ചെയ്യുക. പിന്നെ നമ്മൾ ഈ ഒരു ഗ്രിഡ് ലൈൻസ് വരയ്ക്കുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാ വീഡിയോക്കും വരച്ച് കാണിക്കാത്തത്. അപ്പം ഈ ഒരു ചാനൽ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ കിടപ്പുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. ഞങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ മൂക്കിൻ്റെ ഈ ഭാഗത്താണ് വരച്ച് തുടങ്ങിയിരിക്കുന്നത്. ടോബിനോയുടെ മൂക്കിൻ്റെ ആ ഒരു ഭാഗത്തു നിന്നാണ് ഞാനിപ്പോൾ ഔട്ട്ലൈൻ ചെയ്ത് തുടങ്ങിയിരിക്കുന്നത്. പിന്നെ നമ്മൾ കണ്ണിൻ്റെ ആ ഒരു പിരികവും കാര്യങ്ങളൊക്കെ വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കി നമുക്ക് ഇതിൻ്റെ അകത്ത് എന്ന് വെച്ചാൽ നമുക്ക് ടോബിനോയുടെ ആ ഒരു ഫേസിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടില്ല വരയ്ക്കാൻ വേണ്ടിയിട്ട്. കാരണം ആ ഒരു ഫേസിൽ കണ്ണൊക്കെ വളരെ ചെറുതായിട്ടാണ് കാണുന്നത്. അതുപോലെ നമുക്ക് മെയിനായിട്ട് താടിയൊക്കെ ഒന്ന് വരച്ച് കൊടുത്താൽ മതി. പിന്നെ ഓൾറെഡി ഞാൻ നെറ്റിലേക്ക് കുറച്ച് ഭാഗം ഒന്ന് വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വരയ്ക്കുന്ന ആ കോളം മാറി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഭാഗം ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മെയിനായിട്ട് വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളൊക്കെ തന്നെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഇവിടെ വരച്ച് കാണിക്കുന്നുണ്ട്. ഔട്ട്ലൈൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വളരെ ലൈറ്റായിട്ട് തന്നെ വരയ്ക്കാനായിട്ട് ശ്രമിക്കുക. കാരണം തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ലൈറ്റായിട്ടുള്ള പെൻസിൽ ഉപയോഗിച്ച് തന്നെ വരയ്ക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് മായ്ച്ചിട്ട് വരയ്ക്കാനുള്ള രീതിയിൽ തന്നെ ഉള്ള പെൻസിൽ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ തെളിച്ചിട്ട് വരച്ച് കാണിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രമാണ്. പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട് ഓരോരുത്തർ വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഓരോ ദിവസമായിട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഓരോ മൂവി ഇറങ്ങുന്ന ആ ഒരു സമയം നോക്കി ഒന്ന് വരച്ച് പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ഗോട്ട് ഇറങ്ങിയ സമയത്ത് വിജയ ഡ്രോയിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതുപോലെ ഈ ഒരു മൂവി ഇറങ്ങിയ സമയത്ത് ഇത് വരച്ചിട്ട് വേണമെങ്കിൽ കുറച്ചൊന്ന് റീച്ച് കിട്ടുമെന്ന് കരുതിയിട്ട് ചെയ്യുന്നതാണ്. അപ്പം ഓരോ മൂവി ഇറങ്ങുന്ന സമയത്ത് നമ്മളങ്ങനെ ചെയ്ത് പോകുന്നതാണ്. നിങ്ങൾ പറയുന്നത് ഞാൻ വരയ്ക്കാതിരിക്കില്ല. അപ്പം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല്. പിന്നെ ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരെ നിങ്ങളെങ്കിൽ ഈ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് ഡ്രോയിങ് വീഡിയോസ് ഈ ചാനൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഈസിയായിട്ട് ഡ്രോയിങ് പഠിക്കാവുന്നുള്ളൂ. അപ്പോൾ ഞാൻ വീഡിയോ ഒരുപാട് സ്പീഡിലൊന്നും കാണിക്കുന്നില്ല, നോർമലായിട്ട് തന്നെ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത് നോക്കിയിട്ട് വരച്ചെടുക്കാവുന്നേ ഉള്ളൂ ഔട്ട്ലൈന്. പിന്നെ വീഡിയോ കുറച്ച് ലോങ് ആണ്, അത് ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് സ്പീഡിൽ കാണിക്കാത്തതുകൊണ്ടാണ്. അപ്പം എങ്ങനെയാണ് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ.
അപ്പോൾ നമ്മൾ ക്രോസ് ആയിട്ട് ഗ്രിഡ് ലൈൻസ് ഇട്ട അത്ര ഭാഗത്ത് നമ്മൾ വരച്ച് കഴിഞ്ഞ് നമുക്ക് നോർമലായിട്ടുള്ള ഫോട്ടോ നോക്കിയിട്ട് നോർമലായിട്ട് ഗ്രിഡ് ലൈൻസ് ഇട്ട ഫോട്ടോ നോക്കിയിട്ട് വരച്ച് പോയാൽ മതി.